ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ പർപ്പസ് എന്താണ്? ഇഷ്ടദേവതയുടെ പർപ്പസ് ഒരു സോളിനെ, ഒരു ആത്മാവിനെ വിമോചനത്തിലേക്ക് അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇഷ്ടദേവതയുടെ പർപ്പസ്. അതിൽ കവിഞ്ഞ മറ്റൊന്നുമല്ല ഇഷ്ടദേവതയുടെ പർപ്പസ്. ഇനി ധർമ്മദേവത എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട്. ആ ധർമ്മദേവതയുടെ പർപ്പസ് ഒരു ജീവൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ഈ ജന്മത്തിലെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ധർമ്മദേവതയുടെ പർപ്പസ്. അത് മോക്ഷത്തിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ സെൽഫ്, ഞാൻ ഇല്ലാതാവുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതാണ് മോക്ഷത്തിൻ്റെ ദേവത, ഇഷ്ടദേവതയുടെ പ്രത്യേകത. ധർമ്മദേവത എന്ന് പറയുന്നത് ഈ മോക്ഷത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പല സിദ്ധികളും നമ്മളിലേക്ക് വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ എന്തെങ്കിലും ആത്മീയമായ കഴിവുകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ, ധാർമ്മികമായിട്ട് പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന, ധാർമ്മിക ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ധർമ്മദേവതയാണ്. പിന്നെയുള്ളൊരു ദേവത കുലദേവതയാണ്. കുലദേവത നമ്മുടെ ആ ഒരു ലീനിയേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുലദേവത. കുലദേവത നമ്മൾ എന്തിനാണ് സഹായിക്കണേ? നമ്മുടെ ആരോഗ്യത്തിനെ നിലനിർത്താൻ നമ്മുടെ സഹായിക്കുന്നു. നമ്മുടെ ക്ഷേമം, നമ്മുടെ ഐശ്വര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, ഓവറോൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നത് ഈ കുലദേവതയാണ്. പിന്നെയുള്ളൊരു ദേവത ഗുരുദേവതയാണ്. ഈ ഗുരുദേവത നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ സ്വാധ്യായത്തിനാണ്. കാര്യം വേദാന്തം ഇതൊക്കെ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന്, ഒരു ഡിവൈൻ നോളജിലോട്ട് നമ്മൾ പോകണമെങ്കിൽ ഈ നമ്മളെ സഹായിക്കുന്നത് ഈ ഗുരുദേവതയാണ്. അപ്പോൾ ഈ ദേവതകളൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് ഇഷ്ടദേവതയിൽ തുടങ്ങാം. ഇഷ്ടദേവത കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരാളുടെ ആത്മകാരകൻ ആരാണെന്ന് അറിയണം. അപ്പോൾ ഞാനൊരു ബേസിക് ലെവലിലോട്ട് പോവുകയാണ്. ചിലർക്ക് അറിയായിരിക്കും, അറിയാത്ത